ഇതിനിടെ വയനാട്ടിൽ ഹർത്താൽ പുരോഗമിക്കുകയാണ്. ലക്കിടിയിൽ ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും തടഞ്ഞതായി വാർത്തകൾ വരുന്നുണ്ട്. അനുമോദ് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അനുമോദ്, ഈ ഹർത്താലിനെ അവഗണിച്ചും KSRTC നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ദീർഘദൂര സർവീസുകൾ ഉണ്ടാകുമെന്ന കാര്യം. അവരെയും തടയുന്ന പശ്ചാത്തലമാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, നമുക്കറിയാം അന്തർ സംസ്ഥാന പാത കൂടിയാണ് കൽപ്പറ്റയിലൂടെ വയനാട്ടിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളും അതുപോലെ ദീർഘദൂര സർവീസുകളും ഒക്കെ പുലർച്ചെയോടെയാണ് ജില്ലാ അതിർത്തിയിലേക്ക് പ്രവേശിച്ചത്. രാവിലെ 6 മണി മുതൽ തന്നെ UDF പ്രവർത്തകർ പ്രതിഷേധവുമായി ലക്കിടിയിലെ ഈ ഒരു ജില്ലാ കവാടത്തിലെത്തി വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊരു വയനാടിൻ്റെ ജനകീയമായ ഒരു ആവശ്യവുമായിട്ടാണ് ഈ ഒരു ഹർത്താൽ. അതിന് എല്ലാവരും സഹകരിക്കണം എന്ന ആവശ്യമാണ് UDF പ്രവർത്തകർ ഉന്നയിച്ചത്. തുടർന്ന് പോലീസ് എത്തി വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു സാഹചര്യം നമ്മളിപ്പോഴും കാണുന്നുണ്ട്. ദീർഘദൂര സർവീസുകളൊക്കെ ഇവിടെ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളും കടന്നു പോകുന്നുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിൽ വിവിധ ഇടങ്ങളിൽ സമാനമായ രീതിയിൽ UDFൻ്റെയും LDFൻ്റെയും പ്രവർത്തകർ പ്രതിഷേധവുമായി നിരത്തിലേക്ക് ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ ഉച്ചവരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള അവസ്ഥയാണ് നമ്മൾ നിലവിൽ കാണുന്നത്. ലക്കിടിയിൽ UDF പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നുണ്ട് നിലവിൽ. പക്ഷേ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ വാഹനങ്ങൾ അവിടെ കടത്തിവിടുന്നുണ്ട്. വലിയ അനിഷ്ട സംഭവങ്ങളോ മറ്റ് അക്രമ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇത് ഈ ഒരു ന്യായമായ വിഷയത്തിൽ എല്ലാവരും ഈ വയനാടിനൊപ്പം നിൽക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടയുന്നത്. ഏതായാലും വയനാട്ടിൽ ഹർത്താൽ പുരോഗമിക്കുകയാണ്. ചില ഭാഗങ്ങളിൽ ലക്കിടിയിലടക്കം ബസ്സുകൾ തടയുന്നു എന്ന വിവരമാണ് CB അനുമോദ് പങ്കുവെക്കുന്നത്. അനുമോദ്, ഹർത്താൽ ഇപ്പോൾ നമുക്കറിയാം 2 സംയുക്തമായാണ് ഹർത്താൽ നടത്തുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കൂടുതലും കോൺഗ്രസ് പ്രവർത്തകരുടെയാണ്. LDF പ്രവർത്തകരും സജീവമായി തന്നെ നിരത്തിലുണ്ടോ? പോലീസിന്റെ സാന്നിധ്യവും മറ്റും കാണാം. വരും മണിക്കൂറുകളിൽ ഹർത്താൽ കുറച്ചുകൂടി പുരോഗമിക്കുമ്പോൾ കാര്യമായ വ്യത്യാസം ഈ ജനങ്ങളുടെ ഭാഗത്തുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും. ഇപ്പോൾ ഈ ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾ അത് പ്രധാനമായിട്ടും ദീർഘദൂര സർവീസ് ബസ്സുകളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാരുടെ വാഹനങ്ങളും ഒക്കെയാണുള്ളത്. അവരൊക്കെ ഒരുപക്ഷെ ഈ വയനാട്ടിലൂടെ കടന്നു പോകുന്നത് രാവിലെയാണ് സാധാരണ ബസ്സുകളുടെ സർവീസ് സമയമൊക്കെ. പക്ഷേ വരും മണിക്കൂറുള്ള സാഹചര്യങ്ങൾ വ്യത്യസ്തമാകും. കാരണം പിന്നീട് ഈ പ്രതിഷേധം കുറെ കൂടി ശക്തമാകും. LDFൻ്റെ പ്രവർത്തകരും കൂടുതൽ പ്രതിഷേധവുമായിട്ട് നിരത്തിലിറങ്ങാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇപ്പോൾ രാവിലെ 7:30 ആകുന്നതേ ഉള്ളൂ. ഒരു 9 മണിയോടെയൊക്കെ വിവിധയിടങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്കുള്ള സാഹചര്യം കാണുന്നുണ്ട്. കടകമ്പോളങ്ങൾ അടഞ്ഞു തന്നെ കിടക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിനു പുറമെ ഈ വാഹനങ്ങൾ എവിടെയെല്ലാം തടയും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇത് വയനാട്ടുകാരല്ലാത്തവർ ഒരുപാട് ഈ ദിവസം ഇതുവഴി എല്ലാ ദിവസവും ഇതുവഴി കടന്നു പോകുന്നവരാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ആളുകൾക്കായിരിക്കും ഈ ഹർത്താലിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. കാരണം വിവിധ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ദീർഘദൂര യാത്രികരായിട്ട് ഏറ്റവും അധികം ആളുകൾ കടന്നു പോകുന്ന വഴി വയനാട്ടിലൂടെയുള്ള ദേശീയപാതകളാണ്. അപ്പോൾ ആ വഴിയൊക്കെ പൂർണ്ണമായി സ്തംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹർത്താൽ കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഒരു സാഹചര്യം വരും. UDF പ്രവർത്തകർ ഇന്ന് രാവിലെ 6 മണി മുതൽ തന്നെ നിരത്തിലുണ്ട്. LDF പ്രവർത്തകരും 1 മണിക്കൂറുകളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധമായിട്ട് ഇറങ്ങുന്ന ഉറപ്പാണ്. രാവിലെ 11 മണിക്ക് കൽപ്പറ്റയിൽ വലിയ ഒരു പ്രതിഷേധ പ്രകടനം പോസ്റ്റ് ഓഫീസിലേക്ക് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാണെങ്കിലും വയനാട് പൂർണ്ണമായിട്ടും സ്തംഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. കൂടുതൽ പ്രതിഷേധങ്ങൾ വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്ന് തന്നെ വേണം നമുക്ക് കണക്കാക്കാൻ. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം. വയനാട്ടിൽ ഹർത്താൽ പുരോഗമിക്കുകയാണ്. CB അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പല സ്ഥലങ്ങളിലും നിരത്തുകളിൽ വാഹനങ്ങൾ തടയുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം.